നമ്മളെ വീട്ടിൽ എന്തൊക്കെ ലോഡ് വർക്ക് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു ഔട്ട് ഫാൻ ഉണ്ട്, അത് ഓണാക്കിയിട്ടില്ല. ഇവിടെ ഒരു വാൾ ഫാൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ റൂമിൽ ലൈറ്റ് കത്തുന്നുണ്ട്, LED ലൈറ്റ് കത്തുന്നുണ്ട് കണ്ടോ. തുടർന്ന് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ LED കത്തുന്നുണ്ട്. ഈ ഫാനും കൂടി ആ ഫാൻ ഇപ്പം ഞാൻ ഓൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ ലൈറ്റ് കത്തുന്നുണ്ട്. ഈ ഫാനും കൂടി ഒന്ന് ഓൺ ചെയ്യാം. ആ ഫാൻ ഓൺ ചെയ്തു. ഇവിടെ ലൈറ്റ് ഉണ്ട്. ഇവിടെ ഒരു ബാത്റൂമിൽ ലൈറ്റ് കത്തുന്നുണ്ട്. ഇത് നമ്മൾ റൂമിൽ കണ്ടതാണ് ഫസ്റ്റിലെ. ഇനിയിപ്പം നമ്മൾ കിച്ചണിലേക്ക് പോകാം. ട്യൂബ് ലൈറ്റ്, അവിടെ LED ലൈറ്റ്, ഇവിടെ ഒരു ഫ്രിഡ്ജ്, ഇവിടെ ഒരു ലൈറ്റ്, ചിമ്മിനിക്കകത്തൊരു ലൈറ്റ് ഉണ്ട്. ഇവിടെ കാണിക്കുന്നതിന് മുമ്പ് പുറത്തൊരാളുണ്ട്. നോക്കാം ആരാന്നറിയോ? വാഷിംഗ് മെഷീൻ, അത് റണ്ണിങ് ആണ്. സൗണ്ട് ഇങ്ങോട്ട് കേൾക്കാം, നോക്കാം നമുക്ക്. ഉണ്ടല്ലോ. നമ്മൾ കിച്ചണിൽ നേരത്തെ നോക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നൊരു സാധനമുണ്ട്. ഇത് ഇൻഡക്ഷൻ കുക്കർ. നമുക്കിതിൽ കുറച്ച് വെള്ളം വെച്ച് നോക്കാം. ഇവിടെ ഇപ്പം ഇവിടെ ഒരു വോൾട്ടേജ് ശേഷം നമുക്ക് സംസാരിക്കാം. 25.4 ഉണ്ട്. ഇതെന്താണെന്നുള്ളത് കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പം ഞാൻ ഇൻഡക്ഷൻ കുക്കറിലേക്ക് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. സ്വിച്ച് ഒന്ന് ഓൺ ചെയ്യാം. ഓൺ ചെയ്തു. ഞാൻ 300-ലാണ് വെച്ചത്. കുറച്ചിട്ടുണ്ട്, കാരണം ഈ ലോഡെല്ലാം കൂടെ വർക്ക് ചെയ്യണ്ടേ. അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ എത്ര വാട്ട്സ് എടുക്കണമെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. ഇപ്പം ടോട്ടൽ 1100 സംതിങ്. ഇപ്പോൾ വാഷിംഗ് മെഷീൻ ലോഡാകുന്നതുകൊണ്ടുള്ള വ്യത്യാസം. പിന്നെ പമ്പ് സെറ്റ് ഞാനിപ്പോൾ ഓൺ ചെയ്തിട്ടില്ല. ജസ്റ്റ് അതും കൂടി ഞാനൊന്ന് ഓൺ ചെയ്ത് കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് നമുക്ക് ഇൻഡക്ഷൻ കുക്കർ ഒന്ന് ഓഫ് ചെയ്യേണ്ടതുണ്ട്. ഇൻഡക്ഷൻ കുക്കർ ഇപ്പം ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ പമ്പ് സെറ്റ് മോട്ടോർ ഓൺ ചെയ്യാൻ പോവാണ്. മോട്ടോർ ഓൺ ചെയ്യാൻ മുമ്പേ ഇപ്പോൾ എത്ര വാട്ട്സ് ഉണ്ട് എന്നും കൂടി കാണിച്ചു തരാം. ഞാനിപ്പോൾ മോട്ടോർ ഇട്ടു. ഇപ്പോൾ ഞാൻ ഇൻഡക്ഷൻ കുക്കർ ഓഫ് ചെയ്ത് മോട്ടോർ ഓൺ ചെയ്ത് ഇപ്പോൾ ഒരു 1100 സംതിങ് വാട്ട് ഉണ്ട്. ഇത്രയും ലോഡുകൾ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, മനസ്സിലായല്ലോ. ഇനിയിപ്പോൾ ഇതിനെല്ലാം കൂടെ കറണ്ട് ഇവിടെ എത്ര അടുത്തോളം എടുക്കുന്നത് നമുക്ക് നോക്കാം. ഇപ്പോൾ എൻ്റെ KCB മീറ്ററിൽ എടുക്കുന്ന ആംബിയർ 00. ഇതിൽ വാട്ട്സ് കാണിക്കില്ല, ആംബിയർ മാത്രമേ കാണിക്കൂ. ഒരു തരി പോലും KCBന് കറണ്ട് എടുക്കണില്ല. ഓക്കെ, മനസ്സിലായല്ലോ. നേരത്തെ കാണിച്ച AC-ൻ്റെ ഔട്ട്ഡോർ യൂണിറ്റാണത്. അത്രയധികം ലോഡുകളവിടെ പ്രവർത്തിക്കുന്നുണ്ട്. KCBന്ന് തരി പോലും കറണ്ട് എടുക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇതിന് കറണ്ട് വേണ്ട. ഈ സാധനങ്ങൾക്കൊക്കെ തീർച്ചയായിട്ടും വേണം. അതിനാരാണ് പവർ കൊടുക്കുന്നത്? നമുക്ക് നോക്കാം. ഇതാ ഇവിടെ രണ്ടാളെ കണ്ടോ. 200 AH-ൻ്റെ 12 വോൾട്ടിൻ്റെ 2 ബാറ്ററി ചേർത്തിട്ടുള്ള 24 വോൾട്ട് ബാറ്ററി സംവിധാനം. ഇവിടെ ഒരു ബോക്സ് ഉണ്ട്. ഇത് 25.6 വോൾട്ട് 80 AH-ൻ്റെ ലിഥിയം ബാറ്ററി പാക്കുമാണ്. അപ്പോൾ ഇത് ചാർജ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ലോഡുകൾ വർക്ക് ചെയ്യിക്കാം. എന്നാൽ അത് ഈ ചാർജ്, അതിലുള്ള ചാർജ് ഓഫാകുന്നവരെ, അതല്ലെങ്കിൽ അതിൻ്റെ ചാർജ് ഡ്രെയിൻ ആകുന്നത് വരെയല്ലേ അത് നിലനിൽക്കുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും? അതിനാണ് ജസ്റ്റ് ഒന്ന് മേലോട്ട് നോക്കിക്കോളൂ. ആ ബാത്റൂമിൻ്റെ മുകളിൽ രണ്ടാളിരിക്കുന്നുണ്ടോ? 2 സോളാർ പാനലാണ്, തീർന്നിട്ടില്ല. ബാക്കി കാണിച്ചു തരാം. നമുക്ക് നേരെ പുറത്തേക്കൊന്ന് നോക്കാം.
കണ്ടോ, രണ്ടും രണ്ടും 4 ആൾ ഇവിടെയുണ്ട്. നേരത്തെ 2 ആളെയും കണ്ടു. അങ്ങനെ ടോട്ടൽ 6 ആൾ. 400 വാട്ടിൻ്റെ 6 പാനൽ, 2400 വാട്ട് പവർ ചെയ്യുന്ന 6 പാനലാണ് ഇവിടെ ഉള്ളത്. എന്നാൽ ഇപ്പം നമുക്ക് കാണാം, ഈ പാനലിൽ ചെറിയ രീതിയിലുള്ള വെയിലെത്തിയിട്ടുണ്ട്. നമുക്ക് ചുറ്റോടിട്ടും പരിശോധിച്ചാൽ കാണാം, നിറയെ മരങ്ങളെ ഒരു കൂടാരമാണ് ഇവിടെ. ഒരു വനം പോലെയാണ് നമ്മുടെ ഏരിയ ഉള്ളത്. അപ്പോൾ അതിനിടയിൽ കിട്ടുന്ന പവറുകളൊക്കെയാണ് നമുക്കുള്ള സോഴ്സ്. ഇത് പെട്രോൾ വണ്ടിയാണ്. അപ്പോൾ ഇതിന് മുകളിലും നമുക്ക് നേരെ നോക്കിയാൽ കാണാം, ഇവിടെ നേരെയുള്ളത് ഒരു തെങ്ങാണ്. ഈ തെങ്ങിൻ്റെ നിഴൽ ഒരു 12:30-1 മണിക്കകം തന്നെ ഈ പാനലിൻ്റെ ഭാഗത്ത് വീഴും. വളരെ കുറച്ച് വാട്ട്സ് മാത്രമേ പാനലിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതാ ആ പാനലിലൊന്നും വെയിലെത്തിയിട്ടില്ല, കാണാം. എന്നിട്ടും ഈ രാവിലെ ഇപ്പോൾ സമയം ഏതാണ്ട് 9:55, 54-55 ആവുന്നത്. ഈ സമയത്ത് ഇത്രയും പവർ കിട്ടുന്നുണ്ട്. വളരെ ചെറിയൊരു മുതൽ മുടക്കൽ നമുക്കിത് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ നേരത്തെ അകത്ത് കാണിച്ചിട്ടുള്ള ആ BLDC ഫാനുകളാണ് വീട്ടിൽ നിലവിൽ മുഴുവനുള്ളത്. ആ ജനലിൽ വെച്ചിട്ടുള്ള ഔട്ട് ഫാൻ ഒഴികെ, എക്സോസ്റ്റ് ഫാൻ ഒഴികെയുള്ള ബാക്കി എല്ലാ ഫാനുകളും BLDC ടെക്നോളജിയാണ്. അതുപോലെ ഇൻഡക്ഷൻ കുക്കർ 1200 വാട്ടാണ്. എൻ്റെ പമ്പ് സെറ്റുള്ളത് 1000 വാട്ടിൻ്റെ താഴെയാണ്. അതുപോലെ മറ്റൊരു കെറ്റിലുണ്ട്, ഒരു 600 വാട്ട്. ഇങ്ങനെയൊക്കെയുള്ള പവർ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഉപകരണങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നതും. തീർച്ചയായിട്ടും ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ കൊടുക്കാം. വിളിച്ചു കഴിഞ്ഞാൽ ഏത് സമയത്ത് വിളിച്ചാലും അതിൻ്റെ മുഴുവൻ കാര്യങ്ങളും നിങ്ങൾക്ക് ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞു തരാം. ഓക്കെ, താങ്ക് യു.